കനത്ത മഴയിൽ കോഴിക്കോട് മാവൂരിൽ ഗ്രാമീണ റോഡുകൾ ഇടിഞ്ഞു താഴ്ന്നു. ചാലിയാർ പുഴ കരകവിഞ്ഞൊഴുകുന്നു. മാവൂരിൽ വ്യാപക കൃഷിനാശം. പെരുവയൽ പെരുമണ്ണ പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. ചീക്കിലോട് മതിലിടിഞ്ഞ് വീടിന് മുകളിൽ പതിച്ചു. ആളപായമില്ല. പന്തീരാങ്കാവ് സർവീസ് റോഡും ഇടിഞ്ഞു വീണു. ഒരാൾക്ക് പരിക്കേറ്റു. പറഞ്ഞാൽ അംഗൻവാടി ഇവിടെ 2 വീട് പൂർണ്ണമായും തകർന്നു. താമസിക്കുന്ന വീടുകൾ മേൽക്കൂര പൂർണ്ണമായും തകർന്ന് അതുപോലെ തെങ്ങ് മരങ്ങൾ, ഈ അമ്പലം, അംഗൻവാടി ഉൾപ്പെടെ എല്ലാ നാശനഷ്ടം. പിന്നെ മറ്റേ വീടുകളിൽ വെള്ളം കെട്ടി നിൽക്കുകയാണ്. ഇന്നലെ ആ വീട്ടിൽ താമസിക്കുന്ന നളിനീൻ്റെ വീട്ടിൽ താമസിക്കുന്ന അവരുടെ സഹോദരന് ഓട് വീണ് പരിക്ക് പറ്റി മെഡിക്കൽ കോളേജിൽ പോയി ട്രീറ്റ്മെൻറ്റ് നടത്തി. കോഴിക്കോട് നിന്ന് അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി ചേരുന്നു. അഭിജിത്ത്, ഗുഡ് മോർണിംഗ്. എന്താണ് സ്ഥിതി ഇപ്പോൾ? പറയൂ, അപ്ഡേറ്റ്സ്. എസ്കെൻ, ഗുഡ് മോർണിംഗ്. ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ കോഴിക്കോട് ജില്ലയിൽ കനത്ത മഴയാണ് ഇന്നലെ പെയ്തത്. ഒപ്പം നാശനഷ്ടങ്ങൾ ജില്ലയുടെ വിവിധ മേഖലകളിൽ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പന്തീരങ്കാവിലെ സർവീസ് റോഡുമായി ബന്ധപ്പെട്ടതാണ്. ഇന്നലെ രാത്രിയോടെയാണ് ഈ റോഡ് ഇടിഞ്ഞ് താഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. സമീപത്ത് വീടുകളുണ്ട്, അങ്കണവാടികളുണ്ട്. ഇവയ്ക്ക് മുകളിലേക്ക് ഇതിന്റെ ഈ ഭാഗങ്ങൾ അടർന്നു വീഴുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. ഒരാൾക്ക് പരിക്കേറ്റു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രദേശവാസിയായ മോഹനൻ എന്നയാൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇയാളെ നിലവിൽ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഈ റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണമാണ് ഇത്തരത്തിൽ ഒരു മഴ പെയ്യുമ്പോഴേക്ക് ഇത് തകരാൻ ഇടയാക്കിയത് എന്നുള്ളതാണ് നാട്ടുകാരുടെ പ്രധാനപ്പെട്ട ആരോപണം. നേരത്തെയും അവർ ഇതിനെതിരെ പരാതിയുമായി രംഗത്തെത്തിയിരുന്നു. ഒപ്പം തന്നെ ഈ നന്മണ്ട ചീക്കിലോട് മതിലിടിഞ്ഞ് വീടിന് മുകളിലേക്ക് പതിക്കുന്ന ഒരു സാഹചര്യവും ഇന്നലെ രാത്രി ഉണ്ടായിരുന്നു. മാളു എന്ന വയോധികയുടെ വീട്ടിലേക്കാണ് മതിലിടിഞ്ഞ് വീണത്. 4 പേരാണ് വീട്ടിലുണ്ടായിരുന്നത്. ആർക്കും പരിക്കില്ല എന്നുള്ളത് തന്നെയാണ് ആശ്വാസകരമായ കാര്യം. പക്ഷേ ഈ വീടിന്റെ മതിൽ, ഈ വീടിന്റെ ചുമർ ഇപ്പോഴും ഇടിഞ്ഞു വീഴാറായ ഒരു സാഹചര്യമാണ്. കൂടാതെ മാവൂർ മേഖലയിൽ വ്യാപക കൃഷിനാശമുണ്ട്. വാഴക്കർഷകരൊക്കെ കനത്ത നാശനഷ്ടത്തിന്റെ ആ ഒരു ദുഃഖത്തിലാണ്. കാരണം നേരത്തെ തന്നെ അവർക്ക് ഇത്തരത്തിൽ ഈ വാഴക്കൃഷിയുമായി ബന്ധപ്പെട്ട് വലിയ നാശനഷ്ടമുണ്ടായിരുന്നു. മഴ കനത്തതോടെ അവരും ആ രീതിയിലുള്ള ദുരിതത്തിലാണ്. അവിടെയും ഈ റോഡുകൾ ഇടിഞ്ഞു താഴുന്ന ഒരു പ്രശ്നം അവർ നേരിടുന്നുണ്ട്. കൂടാതെ ബാലുശ്ശേരി മേഖലകളിൽ വീടുകളിലേക്ക് വെള്ളം കയറുന്നു. വീടുകളിലുള്ളവരെ മാറ്റിപ്പാർപ്പിക്കുന്നുണ്ട്. സമീപത്തെ മദ്രസകളിലേക്കും സ്കൂളുകളിലേക്കുമൊക്കെയാണ് വീട്ടുകാരെ മാറ്റിപ്പാർപ്പിക്കുന്നത്. ഏതായാലും മഴ നിലവിൽ ചെറുതായി ശമിച്ചിട്ടുണ്ട്. ചാറ്റൽ മഴ മാത്രമാണ് കോഴിക്കോടിന്റെ വിവിധ മേഖലകളിൽ അനുഭവപ്പെടുന്നത്. പക്ഷേ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ജില്ലാ ഭരണകൂടം കനത്ത ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. മലയോര മേഖലകളിലേക്ക് യാത്ര ചെയ്യുന്നവർ, പ്രത്യേകിച്ച് ഈ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവർ ശ്രദ്ധിക്കണം എന്നുള്ളൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ മതിലുകളൊക്കെ ഇടിയുന്ന ഒരു സാഹചര്യം, മണ്ണിടിച്ചിലുണ്ടാകുന്ന ഒരു സാഹചര്യമൊക്കെ നിലനിൽക്കുന്നുണ്ട്. കൂടാതെ ബീച്ചുകളിലേക്ക് വിനോദയാത്ര പോകുന്നവരും ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. കടലേറ്റത്തിനുള്ള സാധ്യത നിലനിൽക്കുകയാണ്. മത്സ്യബന്ധനത്തിന് പോകുന്നവരും ഈ ഒരു മുന്നറിയിപ്പുകളൊക്കെ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. ഏതായാലും ജില്ലയിൽ കനത്ത നാശനഷ്ടം നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ആളപായം ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. എസ്കെൻ, ഓക്കെ, താങ്ക് യു. അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.